തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു പറയുന്നു, വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങൾ. രക്തസ്രാവം പിടിച്ച സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടുന്നു. യേശു പറയുകയാണ്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഒരു നല്ല വിശ്വാസം നമുക്ക് വേണം. ചോദിച്ചാൽ ദൈവം തരുമെന്ന വിശ്വാസം. ഇതുവരെ ചോദിച്ചിട്ടും കിട്ടാത്ത കാര്യമാണ്. ദൈവം ഇന്ന് തരും, ആ ഉറപ്പ് നമുക്ക് വേണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതല്ല അവിടുന്ന് അനുവദിച്ചു തരുന്നു നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ. ആ ഒരു ഉറപ്പും തിരിച്ചറിവും നമ്മൾ സൂക്ഷിക്കുക. പണ്ട് യാക്കോബിൻ്റെ 12 മക്കൾക്കായി ജോഷുവ കാനാൻ ദേശം വീതം വെച്ചു. വീതം വെച്ചപ്പോൾ കാനാൻകാരുടെ കയ്യിലുള്ള ദേശം കൂടിയാണ് ജോഷുവ വീതം വെച്ച് കൊടുത്തത്. അപ്പോൾ ഇവർ ചോദിച്ചു, യാക്കോബിൻ്റെ ഗോത്രങ്ങൾ ചോദിച്ചു, ഇതെങ്ങനെയാണ് ശരിയാവുക? അവരൻ്റെ ഭൂമി ഞങ്ങൾക്ക് തന്നാലെങ്ങനെയാണ്? ഒരപ്പൻ മക്കൾക്ക് വീതം വെച്ചപ്പം ഇളയവൻ്റെ വീതം കുറഞ്ഞു പോയെന്നും പറഞ്ഞ് അപ്പൻ NH-47 എഴുതി കൊടുത്താൽ മക്കൾ എന്നാ പറയും? ഇതുപോലെ അവരൻ്റെ ഭൂമി വീതമായിട്ട് കൊടുത്തു. യോശുവ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ദൈവം തരുമെന്ന് പറഞ്ഞാൽ തരും. ഇതാണ് വിശ്വാസം. പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുന്നതിലും വിശ്വാസമില്ല. മാർച്ച് മാസത്തിലെ കൊടും വെയിലത്ത് 35കാരൻ അപ്പനും 33കാരി അമ്മയും കൂടെ പള്ളിയിൽ പോകും. 6 വയസ്സുള്ള മോൻ ചോദിച്ചു, ഡാഡിയും മമ്മിയും എവിടെ പോവുക? അവർ പറഞ്ഞു, പള്ളിയിൽ മഴ പെയ്യാനുള്ള പ്രാർത്ഥന അച്ഛൻ വെച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാൻ പോവുക. ഉടനെ കൊച്ചിൻ്റെ സംശയം, നിങ്ങളെന്നാ കുടയില്ലാതെ പോകുന്നു? അപ്പനും അമ്മയും അച്ഛനെ സൂചിപ്പിക്കാൻ പോകുന്നതാണ്. പക്ഷെ കൊച്ചിനറിയാം പ്രാർത്ഥിച്ചാൽ മഴ കിട്ടും. വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടുകൂടി ദൈവം സാധിച്ചു തരും. കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പനെയും അമ്മയും വിശ്വസിക്കുന്ന പോലെ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം. കുഞ്ഞുങ്ങളുടെ ഹൈക്കമാൻഡാണ് അമ്മ, അപ്പൻ. കുഞ്ഞിനെ എളിയിൽ വെച്ച അമ്മ മുകളിലേക്ക് വിരലിലൂടെ പറയുക, മോനെ ദാ കപ്പൽ പോകുന്നു. കൊച്ചു മുകളിലേക്ക് നോക്കും, കപ്പൽ വെള്ളത്തിൽ കൂടാണ് പോകുന്നത്. പക്ഷെ പറഞ്ഞത് അമ്മയാണ്. അമ്മയ്ക്കപ്പുറം ഹൈക്കമാൻഡില്ല, അമ്മയ്ക്കപ്പുറം അപ്പീലില്ല. ഇതുപോലെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം, ദൈവത്തിൻ്റെ വാക്കിനപ്പുറത്ത് അപ്പീലില്ല, അതിനപ്പുറത്തൊന്നുമില്ല. ആ ദൈവം എല്ലാം നടത്തിത്തരും എന്നുള്ള ഉറപ്പ്. ഇതാണ് വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. അതല്ലേ ക്രിസ്തു ചെയ്തത്. യോഹന്നാൻ 11 ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ വന്നു. ലാസർ കല്ലറയിൽ കിടക്കുക. ക്രിസ്തു പറഞ്ഞു, പിതാവേ, പ്രാർത്ഥന കേട്ടതിനായി നിനക്ക് ഞാൻ നന്ദി പറയുന്നു. അത് കഴിഞ്ഞാണ് ലാസർ ഉയർക്കുക. ഉയർക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഉയർത്തു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ക്രിസ്തുവിന് ആ ബോധ്യമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ആ ഉറപ്പിൽ പ്രാർത്ഥിക്കുക. വീടില്ലാത്തവർ പ്രാർത്ഥിക്കണം, അടുത്ത വർഷം നീ എനിക്ക് തരുന്ന വീടിനായി നന്ദി. മക്കളില്ലാത്തവർ, നീ എനിക്ക് തന്ന കുഞ്ഞിനായി നന്ദി. ഇങ്ങനെ മുൻകൂട്ടി പ്രാർത്ഥിക്കണം. ഈ വിശ്വാസം ഇന്നേ ദിവസത്തെ നമ്മുടെ എല്ലാ മേഖലയിലും ഉണ്ടാകട്ടെ.
നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ട് ആ കൃപയിൽ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.